ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഹൈദരാബാദിലേക്ക് നമ്മൾ 3 ദിവസത്തെ ഒരു മിനി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കൊൽക്കണ്ട ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ബട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാനായിട്ട് നല്ല വെയിലായിരുന്നു. നടന്ന് കയറാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ആൻഡ് ഈ ഒരു സ്ഥലം ഞാൻ പ്രേമലു ഫിലിമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, ഒരു പാറയുടെ മുകളിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പണ്ട് കാലത്തുള്ളവർ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രസൻറ്റിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. രാമദാസ് പ്രസൻ എന്നായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ അതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിലുള്ളൊരു വ്യൂ എന്ന് വെച്ചാൽ അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഒരു ഏരിയ മുഴുവനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ എയർപോർട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഈ ഒരു എയർപോർട്ട് റോഡ് കയറി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഹൈദരാബാദ് എയർപോർട്ട് എന്ന് വെച്ചാൽ. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതായിരുന്നു ട്രാവലർ ഉണ്ടായിരുന്നത്. നമ്മൾ 10 പേരൊരു മിനി ട്രിപ്പായിരുന്നു കേട്ടോ 3 ദിവസത്തേക്ക്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പം ഹൈദരാബാദിനോടൊക്കെ പോയി പറഞ്ഞു. പിന്നെ ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ കിട്ടി, സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി കാത്ത് നിൽക്കായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. കോഫി ഷോപ്സ്, മിനീസോ, ഡോനട്ട്സ്, പേസ്ട്രീസ്, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാബിൻ ക്രൂ ഇൻസ്ട്രക്ഷൻ നൽകുമായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കിയിരുന്നു. കുറേ നേരമായപ്പോൾ തന്നെ എനിക്ക് ബോറടിക്കൽ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ ബുക്സൊക്കെ വായിച്ച് നോക്കൽ തുടങ്ങി കേട്ടോ. ആൻഡ് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 6:50 ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സൂര്യാസ്തമയം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സേഫായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ലഗേജിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു ബാഗായിരുന്നു ലഗേജിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടി കുറച്ച് നേരം കാത്തിരുന്നു. എല്ലാവരോടും ഒരു ബിഗ് സോറി കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസം മുമ്പ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വോയിസ് ഓവർ ചെയ്യാൻ കുറച്ച് സമയം വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നല്ല ഡിലേ ആയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യുക. ബൈ.